കറ്റാർ വാഴപ്പോളയും കയ്യൂന്നിയും പൂവാങ്കുറുന്തലും ചെമ്പരത്തി പൂവും നല്ല കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് അങ്ങോട്ട് എണ്ണ കാച്ചി അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം. നല്ല പനങ്കൊല പോലെ വളരും മുടി. അയ്യോ അത് ഞാൻ അമ്മയോട് പറയാനിരിക്കുമായിരുന്നു. എൻ്റെ മുടിയെ മൊത്തം പൊഴിഞ്ഞു പോകുന്നു. അയ്യോ നിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇവക്കും തക്കിളി മോക്കും ഇനി അങ്ങനെ എണ്ണ കാച്ചി വേണം തേക്കാൻ. നല്ല ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ ആയിരിക്കണം. എൻ്റെ നല്ല കാലത്ത് എൻ്റെ മുടിയൊന്ന് കാണണമായിരുന്നു. എൻ്റെ ഇങ്ങനെ പനങ്കൊല പോലെ അല്ലയോ അങ്ങോട്ട് വളർന്നിറങ്ങിയത്. എൻ്റെ ഹബീൽദാർക്ക് എന്ത് ഇഷ്ടമായിരുന്നെന്ന് അറിയാമോ? എന്നിട്ട് പനങ്കൊല പോലെ ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ അത് ഇപ്പോഴല്ല, പണ്ട് എൻ്റെ ഹബീൽദാരിൻ്റെ കല്യാണം കഴിക്കുന്ന ആ സമയത്ത്. എൻ്റെ അമ്മയെ അതൊക്കെ കുറെ കേട്ട കഥയാ, ഒന്ന് നിർത്ത്. ഇഷ്ടപ്പെട്ടില്ല. അല്ല മോളെ പള്ളിക്കൂടത്തിൽ ചേർക്കുന്ന കാര്യമൊന്നും കനകം പറഞ്ഞില്ല ഇതുവരെ. അത് ഏട്ടൻ ഇന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. തക്ലിമോളുടെ സ്കൂളിൽ തന്നെയാ ചേർക്കുന്നത്. അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെല്ലാലോ അല്ലേ മക്കളെ? ഒരുമിച്ച് പോവാം. നേരത്തെ നമുക്ക് പഴയ കണക്ക് പേങ്കൊല്ലല്ലോ ഇങ്ങനെ ഓരോരുത്തരോരുത്തർ. അത് നമ്മുടെ പണ്ടത്തെ പട്ടാളക്കഥ. അതാണ് പറഞ്ഞോണ്ടിരുന്നത്. എന്താണ്? എന്റെ അമ്മയച്ചനില്ലേ ഹവീൽദാര്, അമ്മേനെ പെണ്ണ് കാണാൻ പോയ കഥയൊക്കെ പറയുവായിരുന്നു. മറ്റേ കാർകൂന്തലിന്റെ കഥ തന്നെ. അതന്നെ. എത്ര പ്രാവശ്യം നിങ്ങളല്ലേ കേട്ടിട്ടുള്ളൂ, എന്റെ കുഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. അതെ, പുതിയ പൂക്കൾ വരുമ്പോൾ പഴയ പൂക്കളെ മറക്കരുത്. പുതിയ പൂക്കൾ വരുമ്പോ പുഴുക്കളല്ലടാ കൃമി. പുതിയ പൂക്കൾ വരുമ്പോൾ പഴയ പൂക്കളെ മറക്കല്ലേന്ന്. അല്ല അത് വേറൊന്നും അല്ല, അവന്റെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം അല്ലേ? നീ പാഷാണത്തെ കൃമിയാണ്. നീ ആസിഡ് കൃമിയാ. സർക്കാർ ഉദ്യോഗസ്ഥന് പോണ്ടായിരിക്കും. ഇല്ല പോണില്ല, മടുത്തല്ലയാ സർക്കാർ ഉദ്യോഗം മടുത്തിയാ. ആർക്ക് വേണ്ടി? അവിടെ പണിയെടുക്കണം. ഞാൻ അതൊക്കെ നിർത്തി ഇപ്പോ. അതെ, ചെയ്യണ ജോലിയോട് നിനക്ക് ഇല്ലേലും പണ്ടേ ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥം ഉള്ളതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പോണിപ്പോ. കാരണം വെച്ചാൽ സർക്കാർ ജോലി കൂടുതലമ്മ, അതൊക്കെ നിർത്താൻ പോണേ. എന്നിട്ട് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാ. അത് വേറെ ശരീരം ഇറങ്ങണ്ടല്ലോ. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ ബുദ്ധി എന്ന് പറയുന്ന സാധനം അകത്ത് വേണം. പിന്നെ നീ എന്തിനാ എങ്ങനെ ഇറങ്ങിയത്? നീ എന്നെ ആക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. വേണ്ട. തക്കളി എവിടെയാ? 2 ദിവസം കാണാനല്ലോ അവളെ. തക്കളെ ഇനി പഴയ പോലെ കാണാൻ കിട്ടുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അമ്മ, ഞാനും തക്കളിയും തങ്കവും ഞങ്ങളെല്ലാം മിക്കവാറും പാലായിലേക്ക് പോകും. നീ അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാടാ. എനിക്കിതൊന്നും കണ്ടിട്ട് ദഹിക്കുന്നില്ല. നീ ഞങ്ങളെ കണ്ട ദഹിക്കാതായിട്ടുണ്ട്. നിങ്ങളെ കാര്യം അല്ലടി പോത്തെ. പുറത്ത് ഒരു ദത്തുപുത്രി എല്ലാവരും കൂടെ ഇരുന്നങ്ങോട്ട് സമൂഹ ചമയിക്കല്. എന്തൊരു ശുഷ്കാന്തി ഓരോരുത്തർക്ക് ഒരുക്കാൻ. അങ്ങനെ മത്സരമാ. നിന്റെ തള്ളയ്ക്ക് പോലും എൻ്റെ കൊച്ചിനെതിരെ ഒരുക്കണമെന്ന് തോന്നിയില്ലല്ലോ. ആരും കൂടെ ചേർന്നിരുന്ന് ഒരുക്കുക അതിനെ. എന്തിനാ ക്ലീറ്റു ഇങ്ങനെ ദൈവദോഷം പറയണത്? അവിടെ എല്ലാവർക്കും അവളെ ഇഷ്ടമാ. അവളെ എത്ര നാൾ നോക്കിയത് പിന്നെ ആരാ? ഇന്നലെ കൂടെ മാമ എനിക്കൊരു മുട്ട പപ്സ് വാങ്ങിച്ചു. കർത്താവേ, എനിക്ക് ആ മുട്ടയിൽ എന്തെങ്കിലും കൂടോത്രം ചെയ്ത് തന്നിട്ടുണ്ടാവും നീ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ കൊച്ചിന് വേണമെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഇത് ഒരു വിഷമം ഉണ്ടാകാതിരിക്കും ഒരെണ്ണം മേടിച്ചു കൊടുത്താൽ. നിങ്ങൾ ഈ പറയണ കേട്ടാ തോന്നുന്നു അവർക്ക് ആദ്യമായിട്ടാണ് ഇവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് തോന്നുമല്ലോ. നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, എനിക്കറിയാതെ. പക്ഷേ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നീ പോലും ചിന്തിക്കണില്ല തങ്കം. ഒറ്റ കെട്ടിന്റെ അല്ല, 2 കെട്ടിന്റെ അല്ല. ക്ലീറ്റോൻ ആ അനാഥാലയത്തിൽ നിന്ന് വന്നാൽ ഇച്ചിരി ഇല്ലാത്ത കൊച്ചിനോടുള്ള വാശിയും വൈരാഗ്യം കൊണ്ടല്ലേ ഇങ്ങനെ ഓരോന്ന്. അതിന്റെ നാണാവില്ല ക്ലീറ്റ് ഇവിടെ നിന്ന് തുരുത്തി ഓടിക്കാൻ. ആരും ഇല്ലാത്തൊരു കുഞ്ഞല്ലേ. നോക്കിക്കാം, മുകളിൽ നിന്ന് ഒരാളെല്ലാം കാണുന്നുണ്ട്. ദൈവം ചോദിച്ചോളും. ദൈവം ചോദിക്കുമ്പോ അതിൻ്റെതായ മറുപടി ഞാൻ കൊടുത്തോളാം കേട്ടോ. എന്ത് പറഞ്ഞാലും നാണോ ഇല്ല, പേടിയില്ലാത്തൊരു സാധനം. ഒരു കിടി വേഗം. എന്റെ കൊച്ചിനെ ഇപ്പൊ ആർക്കും വേണ്ടെന്നുള്ളതാണ്. പക്ഷെ എന്റെ കൊച്ചിനെ എനിക്ക് വേണം. എന്റെ ചോര പറഞ്ഞ എന്റെ കൊച്ചിനെ ഞാൻ ഒരുക്കും. തക്കളി മോളെ ഞാൻ ഒരുക്കി തരുമെന്ന് വന്നേടി. അത് നാളെ നമുക്ക് അങ്ങനെ അല്ലേ അമ്മേ? നാളെ 2 സൈഡായിട്ട് പിരിയിട്ടുണ്ട്. തക്കളി മോളെ ഇങ്ങ് വന്നേ. മോക്ക് ഡാഡി ഇന്ന് ഫ്രഞ്ച് പിന്നക്കം പിന്നെ മുടിയൊക്കെ നല്ല സ്റ്റൈലാക്കി കെട്ടില്ല. നീ ബ്യൂട്ടി പാർലറിൽ പോയില്ലേ? ഞാൻ അമ്മയുടെ പൈസ കൊടുത്തിരുന്നല്ലേ. ബ്യൂട്ടി പാർലറിൽ പോയി എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. അതെ, അടുത്ത ആഴ്ച ഡാഡിയുടെ ഒരു കൂട്ടുകാരൻ പുതിയൊരു സീരിയൽ തുടങ്ങുന്നുണ്ട്. അതിലെ മെയിൻ ബാലതാരം തക്കളി മോള. ചിലപ്പോ ഞാൻ വില്ലനാവൂടാ.
നീ സീരിയലിൽ വില്ലനായാ മതി, വീട്ടിലെ വില്ലനാവാൻ നോക്കണ്ട. ഒരു 10-15 വർഷം മുമ്പേ പാലായിന്ന് കുറ്റി പറിച്ച് വന്നപ്പോഴേ നീ ഈ വീട്ടിലെ വില്ലനായിരിക്കുക. ഇങ്ങോട്ട് തിരിഞ്ഞില്ലടി. അതെ, നിങ്ങളോടൊന്നും വർത്താനം പറയാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നോക്കണം. അതിനിപ്പോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അതെന്താ ക്ലീറ്റോ ചേട്ടാ അങ്ങനെ പറയുന്നത്? അവളുടെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അയ്യോ, അതൊക്കെ ഒരാഴ്ച മുമ്പ് ഒരെണ്ണത്തിന് എടുത്തോണ്ട് ഇരുത്തിക്കല്ലേ ഇപ്പൊ. അതെ, നിങ്ങൾ ഇനി കൂടുതൽ എന്റെ കൊച്ചിനെ ലാളിക്കണ്ട. എന്റെ കൊച്ചിനെ, എന്റെ ചോരയിലുള്ള കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം. അതിനെ പൊന്നു പോലെ, തങ്കം പോലെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ നിന്ന് ഒരു തങ്കത്തിന്റെ പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്തായി? അകത്തുണ്ട് ക്ലാവ് പിടിച്ചിരിപ്പുണ്ട്. ക്ലാവ് പിടിക്കൂടാ. എങ്ങനെ നിന്നൊക്കെ പോലുള്ള ആക്രികളെ കൂട്ടത്തിലല്ലേ അത് വന്ന് കിടക്കണേ? ക്ലാവ് മാത്രമല്ലടാ, തുരുമ്പം പിടിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു കാണൂല. ആ, അവന്റെ കണ്ണി ഗുരുവല്ലേ, അതിന് കാണാനുള്ള ശേഷി അവനില്ല. എന്തോ നീ കാണിച്ചോണ്ടിരിക്കണത്? ഇതെന്താണ് ഇത് മൂടി കെട്ടണത്? മുടി ഇവിടെ ഇരുന്നല്ലോ കെട്ടാറ്. ആ, ഇവിടെ നിന്ന് കെട്ടിന്ന് പറഞ്ഞാൽ ആരെങ്കിലും വല്ലതും പറയോ? മുടി പിടിച്ച് ദേഷ്യം, നമ്മുടെ ദേഷ്യം കാണിക്കാണ്. ഒന്നും ചെയ്യല്ലേ? ഇറങ്ങുതാ. അയ്യോ, ഒന്നിട്ടെങ്കിൽ അങ്ങോട്ട് നീങ്ങ്. തക്കടു മോള് മാത്രം കുളിച്ചിട്ടുണ്ടാവും അറിയാം രാവിലെ. അന്ന് രാവിലെ കുളിക്കുട്ടിയ അയ്യോ, കൊള്ളാം. നന്നായിരിക്കുന്നു കേട്ടാ. നെറ്റിന് മാത്രമാക്കണ്ട, എന്റെ മുഖത്ത് മുഴുവൻ വെച്ച് തേച്ച് പിടിക്കും. ഇതൊക്കെ മഹാദ്രോഹമാണ്, മഹാദ്രോഹം. കുളി തൊട്ട് കൊടുക്കണതാ. ഒരു പിഞ്ച് കുഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ മനസ്സ് എന്ത് വേദനിക്കുന്നു നമ്മ ആലോചിച്ചാ. കരയല്ലേ മക്കളെ, മക്കള് കരയണ്ട. എനിക്കൊരു കുഴപ്പമില്ല ഡാഡി. ഇനി അവൾക്ക് വിഷമം ഉണ്ടെങ്കിൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ കുറി തൊട്ട് കൊടുക്കാം. ഇവിടെ അങ്ങോട്ട് വന്ന പോലെ തന്നെ. അതൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഇവിടെ അതിര് കെട്ടിയിട്ടുണ്ട്. ഇനി എന്റെ കൊച്ചു അങ്ങോട്ട് കിടക്കൂലല്ലോ. മക്കളെ, നീ പറഞ്ഞാ ഇങ്ങോട്ട് വരത്തില്ലെന്ന്. ഇനി അങ്ങോട്ട് വന്ന് എന്റെ മുട്ടാല് തല്ലുപിടിക്കുമെന്ന് പറഞ്ഞു. നിന്റെ കാലാണ് ആദ്യം തല്ലുപിടിക്കേണ്ടത്. കുട്ടികളോട് ഇങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഈ കുട്ടി ആ കുട്ടി ഭേദമൊന്നുമില്ല. ഞങ്ങൾ ഇവരെ കണ്ടിരിക്കുന്നതേ ഒരു ഞെട്ടില് 2 ഇല പോലെയാ. ഓ, ഒരു ഞെട്ടില് 2 ഇല, അത് സമ്മതിച്ചല്ലോ. അതിൽ ഒരു ഇല അങ്ങ് കൊഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചാ മതി. ദയവേദി കൊച്ചുങ്ങളെ മനസ്സിൽ വിഷം കുത്തി വെക്കല്ലേ. ഡേയ്, ഒരു കാര്യം എല്ലാരും ഓർമ്മിച്ചാ കൊള്ളാം. എവിടെ കിടന്ന് ഒരെണ്ണത്തിന് ദത്തെടുത്തോണ്ട് വന്നേക്കല്ലേ. ദത്തെടുത്തത് എന്നായാലും ദത്ത് എടുത്തത് തന്നെ അളിയാ. സ്വന്തം ചോരെ പറഞ്ഞ പോലെ ആവൂല കേട്ടോ. 10 അമ്മ ചമഞ്ഞാലും തെറ്റമ്മയാവൂല, ഒരു ചൊല്ലുണ്ട്. മക്കളെ, കൊറേ ആളുകൾ വന്നേക്കുന്നു. പറഞ്ഞത് നീ റെഡിയായി പോവാൻ നോക്ക്. ബോധമില്ലേ അവന്? ഭ്രാന്താടി അവന്. വിവരമുണ്ടോ അവന്? പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ എന്ത് ചെയ്യാനാ, പറഞ്ഞു മനസ്സിലാവണ്ടേ? ഇവിടെ വന്നെടി.